ജ്യോതിഷപ്രകാരം മകരസംക്രാന്തിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. അതിലുപരി ഈ സമയം നടക്കുന്ന ഗ്രഹരാശി മാറ്റം നിസ്സാരമല്ല. ജനുവരി 14-ന്, അതായത് മകരസംക്രാന്തി ദിനത്തിൽ ചൊവ്വയും വ്യാഴവും ചേരുന്നതിന്റെ ഫലമായി അർദ്ധകേന്ദ്ര യോഗം രൂപപ്പെടുന്നു. സമ്പത്തിന്റെ കാര്യത്തിൽ രണ്ടാമതൊരു ചിന്ത ഈ സമയം വേണ്ട എന്നതാണ് ഈ യോഗത്തിന്റെ പ്രധാന ആകർഷണം. രണ്ട് ഗ്രഹങ്ങളും പരസ്പരം ചേരുന്നതിന്റെ ഫലമായി പലർക്കും ശുഭ അശുഭ ഫലങ്ങൾ ഉണ്ടാകുന്നു. എന്നാൽ ഇതിന്റെ പ്രയോജനം ലഭിക്കുന്ന 3 രാശിക്കാരുണ്ട്. വ്യാഴം ചൊവ്വ സംയോജന ഫലമായി രൂപപ്പെടുന്ന അർദ്ധകേന്ദ്ര യോഗത്തിന്റെ ഫലമായി നിങ്ങൾക്ക് പല വിധത്തിലുള്ള അനുകൂല മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നു. ജനുവരി 14-ന് പുലർച്ചെയാണ് ഇത്തരം ഒരു യോഗം രൂപപ്പെടുന്നത്. ഇതിന്റെ ഫലമായി ധനവും സമ്പത്തും ഐശ്വര്യവും നേട്ടങ്ങളും എല്ലാം വർദ്ധിക്കുന്ന ചില രാശിക്കാരുണ്ട്. അവർ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഈ 3 രാശിക്കാരിൽ നിങ്ങളുടെ രാശിയുണ്ടോ എന്ന് നോക്കുക. ഇനി വരുന്ന ദിവസങ്ങളിൽ, അതായത് ജനുവരി 14 മുതൽ രാവിലെ തന്നെ അതിന്റെ ഫലം നിങ്ങൾക്ക് കിട്ടിത്തുടങ്ങുന്നതാണ്. സാമ്പത്തികമായും മറ്റു പല രീതിയിലും ഉന്നതിയിലെത്താൻ പറ്റുന്ന രാശിക്കാരാണ് ഇനി പറയുന്ന 3 രാശിക്കാര്. കാർത്തിക അവസാന 3 പാദം, രോഹിണി മകയിരം ആദ്യ 2 പാദം എന്നിവ ചേരുന്ന ഇടവം രാശിക്കാർക്ക് ജനുവരി 14 മുതൽ ഗുണഫലങ്ങളുടെ തുടക്കമാണ്. മാത്രമല്ല, അത് ഉദയത്തിൽ തന്നെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമുള്ള കാര്യം. സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകും. കൂടാതെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ താല്പര്യം വർദ്ധിക്കുകയും മറ്റുള്ളവർക്ക് നിങ്ങളോടുള്ള ബഹുമാനം വർദ്ധിക്കുകയും ചെയ്യും. കൂടാതെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നത് വഴി ജീവിതം തന്നെ മാറി മറിയുകയും പോസിറ്റീവ് എനർജി വന്ന് നിങ്ങളിൽ നിറയുകയും ചെയ്യുന്നു. ജോലിക്കാർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ ശമ്പള വർധനവും ഉണ്ടാകുന്നു. ഇതെല്ലാം ജീവിതത്തിൽ നേട്ടങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്നു. മാത്രമല്ല, ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വർദ്ധിക്കും. ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം എന്നേക്കുമായി അകന്നു പോകുന്നു. കടം കൊടുത്ത പണം തിരികെ കിട്ടുകയും മാത്രമല്ല, ജീവിതത്തിൽ ഏത് മേഖലയിൽ എത്തപ്പെടണം എന്ന് ആഗ്രഹിക്കുന്നുവോ അത് സ്വന്തമാക്കുന്നതിനും ഈ സമയം സാധിക്കുന്നു. അങ്ങനെ പല വിധത്തിലുള്ള വിജയങ്ങളാണ് ഈ ഒരു രാശി മാറ്റം കൊണ്ട് ഇടവം രാശിക്കാർക്ക് വന്നു ചേരാനായിട്ട് പോകുന്നത്. ഇനി അടുത്തത് ഉത്രം 3/4 ഭാഗവും അത്തം ചിത്തിര ആദ്യ 2 ഭാഗവും ചേരുന്ന കന്നി രാശിക്കാരാണ്. കന്നി രാശിക്കാർക്ക് മികച്ച മാറ്റങ്ങൾ അവരുടെ ധനസമ്പാദനത്തിൽ അനുഭവിക്കാൻ സാധിക്കും. കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുന്നതിനും അതുവഴി സന്തോഷവും സമാധാനവും നിലനിർത്തുന്നതിനും സാധിക്കുന്നു. പണം ചിലവാക്കുന്നതിന് അനുസരിച്ച് നിങ്ങൾക്ക് വരുമാനം വർദ്ധിക്കുന്ന സമയം കൂടിയാണ് ഇനി വരുന്ന ജനുവരി 14 മുതലുള്ള സമയം എന്ന് പറയുന്നത്. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ വിജയത്തിലേക്ക് എത്താൻ കഴിയും. ജോലിയിലെ അനുകൂല മാറ്റങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കും. കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാനായി സാധിക്കുന്നു. ജോലി അന്വേഷിക്കുന്നവർക്ക് അതിനുള്ള മികച്ച സമയവും അവസരങ്ങളും ഇനി വന്നു ചേരും. നമ്മുടെ വിദ്യാഭ്യാസത്തിനോട് അനുയോജ്യമായിട്ടുള്ള ഏറ്റവും ഉയർന്ന ജോലിയിൽ എത്തിപ്പെടാനും ഈ നാളുകാർക്ക് സാധിക്കുന്ന ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഈ സമയം മാക്സിമം കന്നി രാശിക്കാരെ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് നോക്കുക. അടുത്തതായിട്ട് അവിട്ടം അവസാന പകുതി, ചതയം പൂരൂരുട്ടാതി ആദ്യ 3/4 ഭാഗം എന്നീ ചേരുന്ന കുംഭം രാശിക്കാരാണ്. കുംഭം രാശിക്കാർക്ക് വ്യാഴത്തിൻ്റെയും ചൊവ്വയുടെയും അർദ്ധകേന്ദ്ര യോഗ ഫലമായി നിരവധി അനുകൂല മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. കൂടാതെ പല മേഖലകളിലും സന്തോഷകരമായ മാറ്റങ്ങൾ ഉണ്ടാവാം. ആത്മവിശ്വാസം വർദ്ധിക്കുകയും കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്നതിന് സാധിക്കുകയും ചെയ്യും. ഉത്സാഹത്തോടെയും ഊർജത്തോടെയും പല കാര്യങ്ങളും മുന്നോട്ടിറങ്ങാനായിട്ട് സാധിക്കുന്നു. ജോലിയിലെ പിന്തുണ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിക്കുന്നതാണ്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ പണം തിരികെ ലഭിക്കും. നിക്ഷേപങ്ങളെല്ലാം തന്നെ മികച്ച മാറ്റങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. സന്തോഷകരമായ പല അവസരങ്ങളും ജീവിതത്തിൽ വന്നു ചേരും. പ്രണയിക്കുന്നവർക്ക് അത് വിവാഹത്തിലേക്ക് എത്തുന്നതിനും യോഗം കാണുന്നു. ധനധാന്യ നേട്ടങ്ങൾ പലതും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരിക്കും. അപ്പം ഈ കുംഭം രാശിക്കാർക്ക് എല്ലാ തരത്തിലും ജനുവരി 14 മുതൽ വളരെ ശ്രേഷ്ഠതയുള്ള സമയമാണ്.
അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇടവം, കന്നി, കുംഭം രാശിക്കാര് ഈ സമയം അവരുടെ മാക്സിമം പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും നന്മയിലേക്ക് പോകാനായിട്ട് ഈശ്വര അനുഗ്രഹവും കൂടെ തേടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക് വരുന്നത്. തീർച്ചയായിട്ടും അത് ആരും പാഴാക്കി കളയാൻ പാടില്ല. ഒരു പൂർണ്ണമായിട്ട് 100% നമ്മൾ അതിനകത്ത് കൊടുത്ത് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വരുന്ന സമയം എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ ഒത്തിരി 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 ഉയർച്ചയിലേക്ക് നിങ്ങളെ എത്തിക്കാൻ സാധിക്കുന്ന സമയമാണ്. ആരും അത് പ്രയോജനപ്പെടുത്താതെ ഇരിക്കരുത്. അപ്പോൾ എല്ലാ ആളുകളെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.